അദ്ദർസു സാനി അബക്കരിയുൻ മിൻ അബ്നാഇ കേരള. കേരളക്കാരിലെ ജീനിയസ് പ്രതിഭ അബക്കരി, ഇദ്ദേഹമാണ് ആ ജീനിയസ്. ഹൽ താരിഫൂന റിവായത്ത് ചെമ്മീൻ. ചെമ്മീൻ എന്ന നോവൽ നിങ്ങൾക്കറിയാമോ? മൻ മുഅല്ലിഫു ഹാദിഹി റിവായ. ആരാണ് ചെമ്മീൻ്റെ രചയിതാവ്? മുഅല്ലിഫ് തകഴിയാണല്ലേ. ഹൽ തുർജിമത്ത് ഹാദിഹി റിവായത്തു ഇലൽ ലുഗത്തിൽ അറബിയ. ഈ ചെമ്മീൻ എന്ന നോവൽ അറബി ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? നഅം, ഉണ്ട്. മൻ ഖാമ ബി തർജമത്തി ഹാദിഹി റിവായ. ആരാണ് ഈ റിവായത്ത്, ഈ ചെമ്മീൻ ട്രാൻസ്ലേറ്റ് ചെയ്തത് അറബിയിലേക്ക്? അതാണ് ഇദ്ദേഹം. ആരാണ് അദ്ദേഹം? ഹുവ അദ്ദുക്തൂർ മുഹിയുദ്ദീൻ അൽ ആലുവഇ. ഡോക്ടർ മുഹിയുദ്ദീൻ ആലുവയാണ് അദ്ദേഹം. കാത്തിബുൻ മഷ്ഹൂറുൻ, പ്രശസ്തനായ എഴുത്തുകാരൻ. വ മുദരിസുൻ അബക്കരിയുൻ, ജീനിയസായ അധ്യാപകൻ. മിൻ വിലായത്ത് കേരള, കേരളത്തിലെ. വുലിദ ഫി അവലി യൂനി സനത്ത് 1925 മീലാദിയ. 25 ജൂൺ മാസത്തിൽ ആദ്യത്തിൽ അദ്ദേഹം ജനിച്ചു. ഫി ഖറീത്തി, വെളിയത്തുനാട്, അവിടെയാണ് ജനിച്ചത്. ഖരീബത്ത് മിൻ മദീനത്തി ആലുവ, ആലുവയുടെ അടുത്തുള്ള, എറണാകുളം ജില്ലയിലെ ആലുവയുടെ അടുത്തുള്ള വെളിയത്തുനാടിലാണ് അദ്ദേഹം ജനിച്ചത്. വക്കാന വാലിദുഹു, അദ്ദേഹത്തിന്റെ പിതാവാരായിരുന്നു? ഷേഖ മക്കാർ അൽ മൗലവി ആയിരുന്നു. മക്കാർ അൽ മൗലവിയാണ് അദ്ദേഹത്തിന്റെ പിതാവ്. ദറസ ഷെയ്ഖ് മുഹിയുദ്ദീൻ അൽ ആലുവഇ അൽ ലുഗത്തൽ അറബിയ്യത വൽ ഉലൂമ ദീനിയത അവ്വലൻ അല വാലിദിഹി. മുഹിയുദ്ദീൻ ആലുവ ആദ്യമായി ദീനി വിദ്യാഭ്യാസവും അറബി ഭാഷയും തൻ്റെ പിതാവിൽ നിന്നു തന്നെയാണ് പഠിച്ചത്. സുമ്മന്തഖല മലബാർ, പിന്നെ അദ്ദേഹം മലബാറിലേക്ക് പോയി. ലിയൽതഹിഖ ബി കുല്ലിയത്തി ദാരിൽ ഉലൂം അൽ അറബിയ ബി വാഴക്കാട്. വാഴക്കാട് ദാറുൽ ഉലൂം അറബിക് കോളേജിൽ പഠിക്കാൻ വേണ്ടി, ചേരാൻ വേണ്ടി അദ്ദേഹം മലബാറിലേക്ക് പോയി. സുമ്മ ഇൽതഹഖ ബി കുല്ലിയത്തിൽ ബാഖിയാത്തി സാലിഹാത്തിൽ അറബിയ ബി വെല്ലൂർ. ദാറുൽ ഉലൂം വാഴക്കാട് പാലക്കാട് ജില്ലയിലാണ്. അതേപോലെ അതിനുശേഷം ദാറുൽ വാഴക്കാട് പഠിച്ചതിന് ശേഷം അദ്ദേഹം എങ്ങോട്ടേക്ക് പോയി? ഇൽതഹഖ ബി കുല്ലിയത്തിൽ ഇൽതഹഖ മീൻസ് ജോയിൻ ചെയ്തു, ചേർന്നു. ബി കുല്ലിയത്തിൽ അൽ ബാഖിയാത്തി സാലിഹാത്തിൽ അറബിയ, അൽ ബാഖിയാത്തു സാലിഹാത്ത് അറബി കോളേജിൽ ചേർന്നു. ബി വെല്ലൂർ, ഇവിടെയുള്ള തമിഴ്നാട്ടിലെ വെല്ലൂരിലുള്ള. വതഖറജ ഫിഹ ബി ഷഹാദത്തി അൽ മൗലവി അൽ ഫാദിൽ, അവിടെ നിന്നും അൽ മൗലവി അൽ ഫാദിൽ ബിരുദം അദ്ദേഹം കരസ്ഥമാക്കി. അതായത് ബാക്കവി എന്ന ബിരുദം നൽകുന്ന കോളേജാണ് വെല്ലൂരിലെ അറബി കോളേജ്, ബാഖിയാത്തു സാലിഹാത്ത്. അവിടെയാണ് അദ്ദേഹം പിന്നീട് പഠിച്ചത്. പിന്നെയോ സുമ്മ ഹസല അല ഷഹാദത്തി അഫ്ളലിൽ ഉലമ, പിന്നെ അദ്ദേഹം അഫ്ളലുൽ ഉലമ ഡിഗ്രി കരസ്ഥമാക്കി 1949 മിൻ ജാമിയത്തി മദ്രാസ്, മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും. പിന്നെ വറഹല ഇല മിസ്ർ, പിന്നീട് അദ്ദേഹം മിസ്റിലേക്ക്, ഈജിപ്തിലേക്ക് പോയി 1950. എന്തിന്? ലിയൽതഹിഖ ബി ജാമിഉൽ അസ്ഹർ, അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി. അൽ അസ്ഹർ ഷെരീഫ്, എന്തിനു വേണ്ടി? ലിദ്ദിറാസത്തി വൽ ബഹസി, പഠനത്തിനും ഗവേഷണത്തിനുമായി അൽ അസ്ഹറിൽ ചേരാൻ വേണ്ടി മിസ്റിലേക്ക് പോയി. മിസ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ്, ആദ്യത്തെ അറബി യൂണിവേഴ്സിറ്റിയാണ് അൽ അസ്ഹർ യൂണിവേഴ്സിറ്റി. അങ്ങനെ പിന്നീട് അവിടെ നിന്നാണ് അദ്ദേഹം ഗവേഷണം നടത്തിയത്. വനുഷിറത്ത് മക്കാലാത്തുഹു ഫി മജല്ലാത്തി, അദ്ദേഹത്തിൻ്റെ മക്കാലാത്ത്, ലേഖനങ്ങൾ പബ്ലിഷ് ചെയ്യപ്പെട്ടു. എവിടെ? ഫി മജല്ലാത്തി അൽ മജ്ലിസുൽ ഹിന്ദി ലിൽ അലാഖാത്തി സഖാഫിയ എന്ന മജല്ലത്തിലും, അതേപോലെ വൽ അക്കാദമിയിൽ അദബി അൽ ഹിന്ദി എന്ന മജല്ലത്തിലും. മജല്ല മീൻസ് മാഗസിൻ. ഈ 2 മാഗസിനുകളിൽ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ പബ്ലിഷ് ചെയ്യപ്പെടാറുണ്ടായിരുന്നു. എവിടെ വെച്ച്? ഈജിപ്തിൽ വെച്ച്. വഹസല അല ദുക്തൂറ, അദ്ദേഹം ഡോക്ടറേറ്റ് നേടി. മിൻ ജാമിഉൽ അസ്ഹർ, അൽ അസ്ഹർ ഷെരീഫ്, അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും അദ്ദേഹം ഡോക്ടറേറ്റ് നേടി. ഹൗല മൗദൂഇ അദ്ദഅവത്തുൽ ഇസ്ലാമിയ വ തതവ്വുറുഹ ഫി ശിബ്ഹിൽ ഖാറത്തിൽ ഹിന്ദിയ. 1971 അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് കിട്ടിയത്. ഏത് വിഷയത്തിലാണ്? ദഅവത്തുൽ ഇസ്ലാമി, ഇസ്ലാമിക പ്രബോധനം, വ തതവ്വുറുഹ, അതിൻ്റെ വളർച്ചയും അതിൻ്റെ പുരോഗമനവും. എവിടെ? ഫി ശിബ്ഹിൽ ഖാറത്തിൽ ഹിന്ദിയ, ഇന്ത്യൻ ഉപദ്വീപിലെ ഇസ്ലാമിക പ്രബോധനവും ആ പ്രബോധനത്തിൻ്റെ പുരോഗതിയും എന്ന വിഷയത്തിലാണ് അദ്ദേഹം ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയത്. സുമ്മ തവജ്ജഹ അൽ ആലുവഇ ഇലൽ ജസീറത്തിൽ അറബിയ, പിന്നീട് അദ്ദേഹം ഈജിപ്തിൽ നിന്നും അറേബ്യൻ ഉപദ്വീപിലേക്ക് പോയി. മീൻസ് അറേബ്യയിലേക്ക്, സൗദി അറേബ്യയിലേക്ക് പോയി. സനത്ത 1977. വതവല്ല മനാസിബ ആലിയ, അവിടെ ഉയർന്ന പോസ്റ്റുകൾ, പദവികൾ അദ്ദേഹം ഏറ്റെടുത്തു. ബിൽ ജാമിയത്തിൽ ഇസ്ലാമിയത്തി ബിൽ മദീന അൽ മുനവറ, മദീനയിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം എന്ത് ചെയ്തു? ഉയർന്ന പദവികൾ കൈകാര്യം ചെയ്തു. വനുഷിറത്ത് മക്കാലത്തുഹു, അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ പബ്ലിഷ് ചെയ്യപ്പെട്ടു. ഫിൽ ജറായിദിൽ യോമിയത്തി, ന്യൂസ് പേപ്പറുകളിൽ. വൽ മജല്ലാത്തി അൽ അദബിയത്തി, പിന്നെ സാഹിത്യ മാഗസിനുകളിൽ. ഫിഹ, അവിടെയുള്ള, അതായത് സൗദിയിലെ സാഹിത്യ മാഗസിനുകളിലും
ന്യൂസ് പേപ്പറുകളിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ പബ്ലിഷ് ചെയ്യപ്പെട്ടു. ഏതൊക്കെ പോലെയുള്ള മാഗസിൻസ്? അൽ ജരീദത്തുൽ മദീന എന്ന പത്രം, അല്ലത്തി തുസ്ദർ മിൻ ജിദ്ദയിൽ നിന്നും പബ്ലിഷ് ചെയ്യപ്പെടുന്ന ജരീദ അൽ മദീന. അതേപോലെ മജല്ലത്തുൽ ജാമിയത്തുൽ ഇസ്ലാമിയ, അൽ ജാമിയത്തുൽ ഇസ്ലാമിയ എന്ന മാഗസിൻ, വഗൈരിഹ അതേപോലെയുള്ള മറ്റു മാഗസിനുകളിലും പത്രങ്ങളിലും ഒക്കെ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ പബ്ലിഷ് ചെയ്യപ്പെടാറുണ്ട്. വഖദ് ഇന്തഖല ദുക്തൂർ അൽ ആലുവായി ഇലാ ദിമ്മത്തില്ലാഹി ഫി 1996 ജൂലൈ 23 അദ്ദേഹം അള്ളാഹുവിലേക്ക് മരണപ്പെട്ടു. താരിഖൻ ഖസാനത്തൻ മിനൽ കുതുബി വൽ മഖാലാത്തിൽ അദീദ, ധാരാളം ഒരുപാട് വരുന്ന ലേഖനങ്ങളും പുസ്തകങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട്, മീൻസ് അദ്ദേഹം അത്രയും ലേഖനങ്ങളും പുസ്തകങ്ങളും ഒക്കെ എഴുതിയിട്ടുണ്ട്. വൽ ബുഹൂസ്, ഗവേഷണ പ്രബന്ധങ്ങൾ, അൽ മുത്തനവ്യ, വിവിധ വിഷയങ്ങളിലുള്ള, ഫില്ലോത്തിൽ മലയാളമിയ, മലയാളം ഭാഷയിലും, വൽ അറബിയ വൽ ഇംഗ്ലീസിയ വൽ ഉർദിയ, ഉറുദു, മലയാളം, അറബി, ഇംഗ്ലീഷ് ഭാഷകളിലായിക്കൊണ്ട് ഒരുപാട് ഗ്രന്ഥങ്ങളും ലേഖനങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കാന മുഹിദ്ദീൻ അൽ ആലുവായി മിനൽ ഉലമാ ഇൽ ഹുനൂദി അല്ലദീന, മൊയ്തീൻ ആലുവായി മഹാന്മാരായ ഇന്ത്യക്കാരിൽപ്പെട്ട ഒരാളാണ്. അല്ലദീന ജഅലു അൽ ലുഗത്തുൽ അറബിയ്യത ഹദഫഹും അൽ മൻശൂദ, അവർ ആഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു ഹദഫ് ലക്ഷ്യമാക്കി എടുത്ത, അറബി ഭാഷയെ തങ്ങളുടെ ഒരു ലക്ഷ്യമാക്കി എടുത്ത മഹാന്മാരായ ഇന്ത്യക്കാരിൽപ്പെട്ട ഒരാളാണ് അദ്ദേഹം. ഫിൽ ഖർനിൽ 20ാം നൂറ്റാണ്ടിലെ. വക്കാനത്ത് ഷഖ്സിയത്തുഹു മുതമത്തിഅത്തൻ ബി മവാഹിബ് അദീദത്തിൻ, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം ധാരാളം കഴിവുകളാൽ സമ്പന്നമായിരുന്നു. മുമയ്യിസാത്തിൻ മുഖ്തലിഫത്തിൻ, വിവിധ സവിശേഷതകളാൽ സമ്പന്നമായിരുന്നു. ഫിൽ കിതാബത്തി, എഴുത്തിലായിക്കോട്ടെ, വൽ ഖിതാബത്തി, പ്രസംഗത്തിൽ, വദാവത്തി, പ്രബോധനത്തിൽ, എല്ലാ മേഖലയിലും അദ്ദേഹത്തിന് കഴിവുണ്ടായിരുന്നു. വക്കാന ലഹു ദൗറുൻ കബീറുൻ, അദ്ദേഹത്തിന് വലിയ പങ്കുണ്ട്. ഫി തൗസീഖിൽ അലാഖത്തി ബൈനൽ ഹിന്ദി വ ബിലാദിൽ അറബ്, ഇന്ത്യയും അറബ് രാഷ്ട്രങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ അദ്ദേഹത്തിന് വലിയ പങ്കുണ്ടായിരുന്നു. ഓക്കെ, ഇനി അദ്ദേഹത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. മനാസിബുഹു, അദ്ദേഹത്തിന് ലഭിച്ച പദവികൾ എന്തൊക്കെയാണ് അദ്ദേഹം കൈകാര്യം ചെയ്തത്? ഉസ്താദും ഫി കുല്ലിയത്ത് റൗലത്തുൽ ഉലൂം അറബിക് കോളേജിൽ പ്രൊഫസറായിരുന്നു, അധ്യാപകനായിരുന്നു. ഇവിടെ ഫറൂഖ് റൗലത്തുൽ ഉലൂം അറബിക് കോളേജ്, കോഴിക്കോട്. മുദിയാൻ ഫി ഇദാഅത്ത് ഉമൂമിൽ ഹിന്ദ്, ഓൾ ഇന്ത്യ റേഡിയോയിലെ അവതാരകനായിരുന്നു. പിന്നെ ഉസ്താദ് ഫി ജാമിഅൽ അസ്ഹർ ബി മിസ്ർ, ഈജിപ്തിലെ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിലാണ് അദ്ദേഹം ഗവേഷണം നടത്തിയത് അല്ലേ. അവിടെ തന്നെ അധ്യാപകനായിട്ടും അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. അതൊക്കെ വലിയൊരു ഭയങ്കര ഒരു നേട്ടമാണ് അല്ലേ. കാരണം മലയാളിയായ ഒരാൾ അറബ് നാട്ടിൽ പോയി അവിടെയുള്ള ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റിയിൽ അറബ് അധ്യാപകനായി വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ഉന്നതമായൊരു നേട്ടമാണത്. റയീസു തഹരീരി, ചീഫ് എഡിറ്ററായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. എന്തിൻ്റെ? ലി മജല്ലത്തി സൗത്തുൽ ഹിന്ദ് എന്ന മാഗസിൻ്റെ, അല്ലത്തി തുസ്തുറ മിൻ സഫാറത്തുൽ ഹിന്ദ് ബി മിസ്ർ, ഈജിപ്തിലെ ഇന്ത്യൻ എംബസിയിൽ നിന്നും പബ്ലിഷ് ചെയ്യപ്പെടുന്ന സൗത്തുൽ ഹിന്ദ്, ഇന്ത്യയുടെ ശബ്ദം എന്ന മജല്ലത്തിൻ്റെ, എന്ന മാഗസിൻ്റെ ചീഫ് എഡിറ്റർ ആയിരുന്നു അദ്ദേഹം. പിന്നെ റയീസുൻ മുസ്തഷാറുൻ ബി ജരീദത്തിൽ ഖലീജിൽ യൗം ബി ഖത്തറിൽ, സൗദിയിൽ മാത്രമല്ല ഖത്തറിലും അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. ഖത്തറിലെ അൽ ഖലീജുൽ യൗം എന്ന ദിനപത്രത്തിൻ്റെ ചീഫ് അഡ്വൈസർ ആയിരുന്നു. ഓക്കെ, ഇനി അതേപോലെ അദ്ദേഹത്തിൻ്റെ രചനകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം എഴുതിയ കുറേ രചനകൾ ഇവിടെ ഉണ്ട്, അത് വായിച്ചു നോക്കുക. ഇനി അതിനെ വലുത ദുക്തൂർ മുഹിദ്ദീൻ ആലുവായി എവിടെയാണ് ജനിച്ചത്? ആലുവ അല്ലേ. മിൻ ഐ ജാമിയത്തിൻ ഹാസ ഷഹാദത്ത് ദുക്തൂറ മിൻ ജാമിയത്തി അൽ അസ്ഹർ. അയിന തുസ്ദർ മജല്ലത്തു സൗത്തുൽ ഹിന്ദ് എവിടെ നിന്നാണ് പബ്ലിഷ് ചെയ്യപ്പെട്ടിരുന്നത്? മിൻ മിസ്ർ അല്ലേ, മിൻ സഫാറത്തുൽ ഹിന്ദ് ബി മിസ്ർ, മിസ്റിലെ ഇന്ത്യൻ എംബസിയിൽ വെച്ചാണ്. മുഹിദ്ദീൻ ആലുവായി വനക്തുബുഹ ലഫ്ലൻ, മുഹിദ്ദീൻ ആലുവായിയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട വർഷങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ലഫ്ലായിട്ട് എഴുതാം, വാക്കിൽ എഴുതാം. വിലാദത്തുഹു, അദ്ദേഹത്തിൻ്റെ ജനനം 1925 ഇർത്തഹല മിസ്ർ, മിസ്റിലേക്ക് പോയി. എപ്പോഴാണ്? 1950 തവജ്ജഹ ഇലൽ ബിലാദിൽ അറബിയ, അറബ് നാടുകളിലേക്ക് അദ്ദേഹം പോയത് എപ്പോഴായിരുന്നു? അതിവിടെ ഉണ്ടല്ലേ. വറഹല മിസ്ർ 1950. പിന്നെയോ 1977 അല്ലേ. 77 എന്നുള്ള എന്ത് പറയും? 77 ഇന്ദകലയിൽ അദിമത്തില്ലാഹി, മരണപ്പെട്ടത് ഏത് വർഷം? 96 പറഞ്ഞത്. അപ്പോൾ 1996 മിലാദിയ, 1996. ഇനി നഖറവനുലാഹിദ്, വായിക്കാൻ മനസ്സിലാക്കാം, നിരീക്ഷിക്കാം. സഹാഫത്തു ലിസാനു ഷാബി, പത്രം എന്ന് പറയുന്നത് ഒരു ജനതയുടെ നാവാണ്. ഇന്ന സഹാഫത്ത ലിസാനു ഷാബി, തീർച്ചയായും പത്രം എന്നത്
ജനതയുടെ നാവാണ്. ഇന്ന വന്നു അല്ലേ. ഇന്ന വന്നാൽ ഇന്ന വരിക മുബത്തദയിൻ്റെയും ഖബറിൻ്റെയും മുമ്പിലാണ്. അസ്സഹാഫത്തു ലിസാനു ഷാബി എന്ന് പറയുമ്പോൾ അസ്സഹാഫത്തു എന്നത് മുബത്തദാണ്, ലിസാനു എന്നത് ഖബറാണ്. മുബത്തദയിൻ്റെയും ഖബറിൻ്റെയും ഇറാബ് റഫ് ആണ്. ഒരു വാക്കിൻ്റെ ഇറാബ് റഫ് ആണെങ്കിൽ ആ വാക്കിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് ലമ്മ് നൽകണം. അതുകൊണ്ടാണ് അസ്സഹാഫത്തു എന്നതിൻ്റെയും ലിസാനു എന്നതിൻ്റെയും അവസാനത്തെ അക്ഷരങ്ങൾക്ക് ലമ്മ് നൽകിയിരിക്കുന്നത്. ഈ മുബത്തദയിൻ്റെ മുമ്പിലാണ് ഇന്നയും ഇന്നയുടെ സഹോദരിമാരും വരിക. ഇന്നയുടെ സഹോദരിമാർ ആരൊക്കെയാണ്? ഇന്ന, അന്ന, കഅന്ന, ലാക്കിന്ന, ലൈതല, അല്ല. ഈ 6 വാക്കുകളാണ് ഇന്ന വ അഖവാത്തുഹ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ മുബത്തദയിൻ്റെ മുമ്പിൽ ഇന്ന വന്നാൽ ആ മുബത്തദയിൻ്റെ പേര് മുബത്തദ എന്നുള്ളത് മാറിയിട്ട് ഇസ്മു ഇന്ന എന്നാകും. അപ്പോൾ ഇസ്മു ഇന്നയുടെ ഇറാബും മാറും. മുബത്തദയിൻ്റെ ഇറാബ് റഫ് ആണ്, ഖബറിൻ്റെ ഇറാബ് റഫ് ആണ് എന്ന് നമ്മളിപ്പോൾ പറഞ്ഞു. എന്നാൽ ഇന്ന വന്നാൽ ഇസ്മു ഇന്നയാകും. മുബത്തദ എന്നുള്ള പേര് മാറി ഇസ്മു ഇന്നയാകും. ഇസ്മു ഇന്നയുടെ ഇറാബ് നസ്ബാണ്. മുബത്തദയിൻ്റെ റഫ് ആണെങ്കിൽ ഇസ്മു ഇന്നയുടേത് നസ്ബാണ്. അതേപോലെ ഖബറു ഇന്നയുടെ ഇറാബ് റഫ് ആണ്. ഖബറു ഇന്നക്ക് മാറ്റം വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇറാബ് മാറിയിട്ട് ഇന്ന വന്നതിന് ശേഷം എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാം. ഇന്ന സഹാഫത്ത ലിസാനു ഷാബി. അപ്പോൾ സഹാഫത്ത് അവിടെ എന്താണ്? ഇന്നയുടെ ഇസ്മാണ്, ഇസ്മു ഇന്നയാണ്. ഇസ്മു ഇന്നയുടെ ഇറാബ് നസ്ബാണ്. ഇറാബ് നസ്ബായതുകൊണ്ട് അവസാനത്തെ അക്ഷരത്തിന് ഫതഹ് നൽകി. ഇനിയോ ലിസാനു എന്നത് ഖബറു ഇന്നയാണ്. ഖബറു ഇന്നയുടെ ഇറാബ് റഫ് ആണ്. ഇറാബ് റഫ് ആയതുകൊണ്ട് അവസാനത്തെ അക്ഷരത്തിന് ലമ്മ് നൽകി. ഓക്കെ, ഇനി രണ്ടാമത്തത് അശ്ശദാഇദു സാനിഅത്തു റിജാലി. ഷദാഇദ് എന്താണ്? കാഠിന്യങ്ങൾ, പ്രയാസഘട്ടങ്ങൾ. അതാണ് എന്ത് ചെയ്യുന്നത്? ഒരു മനുഷ്യരെ നിർമ്മിക്കുന്നത്. പ്രയാസങ്ങളുണ്ടായാൽ അതിൽ നിന്നാണ് മനുഷ്യർ പഠിച്ച് വ്യക്തിത്വവും അതേപോലെ ജീവിതം പഠിച്ചു വരുന്നത് അല്ലേ. അതുകൊണ്ടാണ് നിർമ്മിക്കുന്നത് എന്ന് പറഞ്ഞത്. അശ്ശദാഇദു എന്നത് മുബത്തദാണ്. അപ്പോൾ ഇറാബ് റഫായതുകൊണ്ട് അവസാനത്തെ അക്ഷരത്തിന് ലമ്മ് നൽകി. സ്വാനിയത്തു എന്നുള്ളത് ഖബറാണ്, അതിൻ്റെ ഇറാബും റഫാണ്, അതുകൊണ്ട് ലമ്മ് നൽകി. ഇനി അതിൻ്റെ മുമ്പിൽ എന്ത് വന്നു? അന്ന വന്നു അല്ലേ. ഐക്കൻതു, ഞാൻ ഉറപ്പിച്ചു. അന്ന ഷദായിദ് സ്വാനിയത്തു റിജാലി, ഷദായിദാണ് മനുഷ്യനെ ഉണ്ടാക്കുന്നത് എന്നത്. അപ്പോൾ അന്ന വന്നു. അന്ന വന്നപ്പോൾ അന്നയുടെ അർത്ഥം ഇന്ന എന്ന് പറഞ്ഞാൽ തീർച്ചയായും എന്നുള്ള അർത്ഥമാണ്. അന്നയും തീർച്ചയായും എന്നുള്ള അർത്ഥവും അതേപോലെ എന്ന്, ദാറ്റ് എന്ന് പറയുമല്ലോ അല്ലേ, ആ ഒരർത്ഥത്തിലും അന്ന ഉപയോഗിക്കും. അതായത് ഐക്കൻതു അന്ന ഷദായിദ സ്വാനിയത്തു റിജാലി, ഷദായിദ് സ്വാനിയത്തു റിജാലാണ് എന്ന് ഞാൻ ഉറപ്പിച്ചു. അങ്ങനെയാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഇവിടെ അന്ന ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ അന്ന വന്നാലും എന്ത് ചെയ്യും? ഇറാബ് മാറും. കാരണം അശ്ശദായിദ് എന്നുള്ളത് അന്നയുടെ ശേഷം വന്നപ്പോൾ എന്തായി മാറി? ഇസ്മു അന്നയായി അല്ലേ, അന്നയുടെ ഇസ്മായി. അതുകൊണ്ട് അന്നയുടെ ഇസ്മിൻ്റെ ഇറാബ് നസ്ബാണ്. അതുകൊണ്ട് ഷദായിദ എന്ന് പറഞ്ഞു. സ്വാനിയത്ത് അന്നയുടെ ഖബറാണ്, അതുകൊണ്ട് ഇറാബ് റഫ്, അതുകൊണ്ട് സ്വാനിയത്തു എന്ന് പറഞ്ഞു അല്ലേ. അതേപോലെ അൽ മുമരിലത്തു മലിക്കുൻ റഹീമുൻ. നേഴ്സ് ആരാണ്? കാരുണ്യവാനായ ഒരു രാജാവാണ്. പിന്നെ അന്നൽ മുമരിലത്ത മലിക്കുൻ റഹീമുൻ. നേഴ്സ് കാരുണ്യവാനായ രാജാവിനെ പോലെയാണ്. കാന്ന മീൻസ് പോലെ. അപ്പോൾ കാന്നൽ മുമരിലത്ത, കാന്നയുടെ ഇസ്മാണ് മുമരിലത്ത്. ഇപ്പോൾ മലിക്കുൻ കാന്നയുടെ ഖബറാണ്. ഇറാബ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. അൽ ബൈത്തു ഖദീമുൻ, വീട് പഴയതാണ്. അൽ അസാസ് ജദീദുൻ, ഫർണിച്ചറുകൾ പുതിയതാണ്. അപ്പോൾ അതിൽ എന്താണ് വന്നിരിക്കുന്നത്? ലാക്കിന്നെയാണ് വന്നത്. അൽ ബൈത്തു ഖദീമുൻ, വീട് പഴയതാണ്. ലാക്കിന്നൽ അസാസ ജദീദുൻ, പക്ഷേ ഫർണിച്ചറുകൾ പുതിയതാണ്. അപ്പോൾ ലാക്കിന്ന എന്ന് പറഞ്ഞാൽ പക്ഷേ. ലാക്കിന്നയുടെ ഇസ്മാണ് അസാസ്, ലാക്കിന്നയുടെ ഖബറാണ് ജദീദുൻ. ഇറാബുകൾ നോക്കുക. അൻ നസ്റു കരീബൻ, വിജയം അടുത്തതാണ്, അടുത്തിരിക്കുന്നു അല്ലേ. ലഅല്ലൻ നസ്റ കരീബൻ, വിജയം അടുത്തേക്കാം, വിജയിച്ചേക്കാം അല്ലേ. ലഅല്ലൻ നസ്റ കരീബൻ. അപ്പോൾ നസ്ർ ലാലയുടെ ഇസ്മാണ്. ലാലയുടെ ഇസ്മിന് ഇറാബ് നസ്ബാണ്, അതുകൊണ്ട് ഫതഹ്. ലാലയുടെ ഖബറാണ് കരീബൻ. ഓക്കെ, അഷബാബ് റാജിയുൻ, യുവത്വം മടങ്ങി വരുന്നതാണ്. ലൈത്ത ഷബാബ റാജിയുൻ, യുവത്വം മടങ്ങി വന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, അങ്ങനെ പറയാൻ വേണ്ടിയാണ് ലൈത്ത ഉപയോഗിക്കുന്നത്. ലൈത്ത ഷബാബ. അപ്പോൾ ഷബാബ് എന്നത് ലൈത്തയുടെ ഇസ്മാണ്, റാജിയുൻ എന്നത് ലൈത്തയുടെ ഖബറാണ്. ഓക്കെ, ഇന്ന അന്ന ക അന്ന ലാക്കിന്ന ലൈത്ത ലാല്ല എല്ലാമായി. ഇതൊക്കെയാണ് ഇന്നയുടെ അഖവാത്ത്. നുനാഖിഷുൽ മശായിർ അൽ മുഖ്തലിഫത്ത് മിൻ തജാരിബി ഹയാത്തിന വനഖദിമ വനസജ്ജിലഹ, നമ്മുടെ ജീവിതത്തിലെ വിവിധ അനുഭവങ്ങൾ നമുക്ക് ചർച്ച ചെയ്ത് പറയാം. നുതർജിമുൽ ഫിക്രത്തിലെ ലോകത്തിൽ അറബിയ, താഴെയുള്ള പാരഗ്രാഫ് അറബി ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. ദിസ് ഈസ് അലി, ഹാദ അലി, ഹി ഈസ് മൈ ഫ്രണ്ട്, ഹുവ സ്വദീഖി, അലി ഹാസ് 2 brothers ആൻഡ് എ സിസ്റ്റർ, ലി അലി അഖവാനി വ
ഉഖ്തുൻ, അലിക്ക് 2 സഹോദരന്മാരും 1 സഹോദരിയുമുണ്ട്. ഹിസ് ഫാദർ ഈസ് എ ഡോക്ടർ ആൻഡ് ഹിസ് മദർ ഈസ് എ ടീച്ചർ. വാലിദുഹു തൊബീബുൻ വ വാലിദത്തുഹു മുദരിസത്തുൻ. They serve the people in the society. അവർ സൊസൈറ്റിയിലെ സമൂഹത്തിലെ ജനങ്ങളെ സേവിക്കുന്നു. ദേ സെർവ്, അവർ സേവിക്കുന്നു എന്നതിന് യഹ്ദിമു എന്നാണ് പറയുക. ഹദിമ യഹ്ദിമു, അവർ 2 പേരാണ് അല്ലെ, ഉപ്പയും ഉമ്മയും. അതുകൊണ്ട് യഹ്ദിമാനി എന്ന് പറയാം. ഓക്കെ, യഹ്ദിമാനി, അവർ സേവിക്കുന്നു. അന്നാസ, ജനങ്ങളെ. ഫിൽ ഉമ്മത്തി, സമൂഹത്തിലെ ജനങ്ങളെ അവർ സേവിക്കുന്നു. ഓക്കെ, ഇനി മൊയ്തീൻ അൽ ആലുവ അറബി ഭാഷയ്ക്ക് വേണ്ടി നടത്തിയ സേവനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊരു പാരഗ്രാഫാക്കി എഴുതുക. മൊയ്ദ് മക്കാലത്തൻ വജീസത്തൻ മുസാഹമത്തി അഹ്ലി കേരള ലോകത്തിൽ അറബിയെത്തി. കേരളക്കാരുടെ അറബി ഭാഷയ്ക്ക് വേണ്ടിയുള്ള പങ്ക് കേരളക്കാരുടെ എന്തായിരുന്നു എന്നുള്ളത് താഴെയുള്ള നിക്കാത്തിന്റെ പോയിന്റുകളുടെ അടിസ്ഥാനത്തിൽ എഴുതുക. ഓക്കെ, ഈ പോയിന്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആ പോയിന്റുകളെല്ലാം കൂട്ടി യോജിപ്പിച്ചങ്ങ് എഴുതിയാൽ മതി. എന്നാൽ എന്താവും, ഒരു ലേഖനമാകും. കുറച്ച് കൂടുതൽ കൂട്ടിച്ചേർക്കുക. അദ്ദർസുൽ മസ്ജിദി, കേരളത്തിൽ അറബി ഭാഷ വളരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് മസ്ജിദുകളിൽ നടത്തപ്പെടുന്ന ദർസ്, അല്ലേ, ദർസ് വിദ്യാഭ്യാസം. അതേപോലെ പിന്നെ 1-2 അറബി ഭാഷ ഇസ്ലാമിക പണ്ഡിതന്മാരുടെ പേരും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ വെച്ചുകൊണ്ടാണ് ലേഖനം ഉണ്ടാക്കേണ്ടത്. നോക്കാം. ദൗറു ദർസിൽ മസ്ജിദി, പള്ളി ദർസുകളുടെ പങ്ക്. ദൗറ് ഫി തൻമിയത്തിൽ വഖത്തിൽ അറബിയത്തി, അറബി ഭാഷയുടെ വളർച്ചയിൽ. വൽ ഉലൂമിൽ ഇസ്ലാമിയത്തി, ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെയും അറബി ഭാഷയുടെയും വളർച്ചയിൽ പള്ളി ദർസുകൾക്കുള്ള പങ്ക്. ഹഖീഖത്തുൻ താരീഖിയത്തുൻ, ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ്. അപ്പോൾ പള്ളി ദർസിന് വലിയ പങ്കുണ്ട്. ഇസ്ലാമിക കൾച്ചറും ഇസ്ലാമിക അധ്യാപനങ്ങളും ഇസ്ലാമിക വിദ്യാഭ്യാസവും അറബി ഭാഷയും ഒക്കെ കേരളത്തിൽ പ്രചരിപ്പിക്കുന്നതിൽ. യുഅസ്സസു അദ്ദർസു, ദർസ് സ്ഥാപിക്കപ്പെടുന്നത്. അൽ മസ്ജിദി, പള്ളി ദർസ് സ്ഥാപിക്കപ്പെടുന്നത് എപ്പോഴാണ്? മാ ദഅവത്തുൽ ഇസ്ലാമിയത്തി, ഇസ്ലാമിക പ്രബോധനത്തോടെയാണ്. ഫി കുല്ലി ബുഖാത്തി മിൻ കേരള, കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും. അതായത് കേരളത്തിൽ ഇസ്ലാമിക പ്രബോധനം മാലിക് ഇബ്നു ദീനാറിന്റെ കാലഘട്ടത്തിൽ തുടങ്ങിയ ആ സമയം മുതൽ പള്ളി ദർസുകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. കാന അഹ്ലു കുല്ലി ഖറിയത്തിൻ, എല്ലാ നാട്ടുകാരും യഖൂമുന ബിമുഅനതി ഹാദിഹി ദുറൂസ്, ഈ ദർസ് വിദ്യാഭ്യാസം നിലനിർത്തിയിരുന്നു, അതിൽ പഠനം നടത്തിയിരുന്നു, പഠിപ്പിച്ചിരുന്നു. വഖദ് തഖറജ മിൻഹ കസീറ മിനൽ ഉലമായി വൽ ഉദബായി, ദർസുകളിൽ നിന്നും പള്ളി ദർസുകളിൽ നിന്നും ധാരാളം പണ്ഡിതന്മാരും സാഹിത്യകാരന്മാരും പഠിച്ചു പുറത്ത് വന്നിട്ടുണ്ട്. വമിൻ അഷ്ഹരിഹ, ആ പള്ളി ദർസുകളിൽ പ്രധാനപ്പെട്ടതാണ്, പ്രശസ്തമായതാണ് മാക്കാനി എജ്രി ഫിൽ മസ്ജിദിൽ ജാമി അൽ കബീർ ബി പൊന്നാൻ, പൊന്നാനിയിലെ വലിയ ജുമാ മസ്ജിദിൽ നടത്തപ്പെട്ടു വന്നിരുന്ന ദർസ്. അല റിയാസത്തി ഷെയ്ഖ് സൈനുദ്ദീൻ സഖീർ, അതായത് സൈനുദ്ദീൻ അൽ മഖ്ദൂം അസാനി, സൈനുദ്ദീൻ മഖ്ദൂമിന്റെ നേതൃത്വത്തിൽ പൊന്നാനി പള്ളിയിൽ വെച്ച് നടത്തപ്പെടുന്ന ദർസ്. അത് ഈ ദർസുകളിൽ പ്രധാനപ്പെട്ട ഒരു ദർസാണ്. ഇനി 2 പണ്ഡിതന്മാരുടെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തത് അൽ ഖാദി മുഹമ്മദ്. ആരാണ് അദ്ദേഹം? അൽ ഖാദി മുഹമ്മദ് ബിൻ അൽ ഖാദി അബ്ദുൽ അസീസ്, അതാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. 1025 ഹിജ്റയിലാണ് അദ്ദേഹം മരണപ്പെട്ടത്. ഹുവ മിൻ അബ്രസ് ഖുലാത്തി കാലിഖുദ്സ്, കോഴിക്കോടെ ഏറ്റവും മികച്ച ഖാദിമാരിൽ ഒരാളാണ്. ഖാദി മീൻസ് കോടതി ജഡ്ജല്ല, ഇസ്ലാമിക ഖാദി. ഹുവ മാഹിറുൻ ഫിൽ ഉലൂമി ദീനിയത്തി, അദ്ദേഹം ദീനി വിജ്ഞാനങ്ങളിൽ പ്രഗത്ഭനായിരുന്നു. വ മുതബഹിറുൻ ഫി അൽ ഫുനൂനിൽ അഖ്ലിയ, ബൗദ്ധിക വിജ്ഞാനങ്ങളിൽ, കലകളിൽ അദ്ദേഹം ഒരു ബഹറായിരുന്നു, ഒരു കടൽ പോലെ അറിവുള്ള ആളായിരുന്നു. ലഹു മുഅല്ലഫാത്തുൻ കസീറത്തുൻ, അദ്ദേഹത്തിന് ധാരാളം രചനകളുണ്ട്. ഹത്ത ഖീല, പറയപ്പെട്ടിട്ടുണ്ട്, ഇന്ന ഹത്തബുൽ ഖംസമിയ കിതാബൻ, 500 പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. അത്രയും പുസ്തകങ്ങൾ എഴുതിയ പണ്ഡിതനാണ് അദ്ദേഹം. വമിൻ മുസന്നഫാത്തിഹി, അദ്ദേഹത്തിന്റെ കിതാബുകളിൽ, രചനകളിൽ പെട്ടതാണ് അദ്ദറത്തുൽ ഫസീഹത്തു, മഖാസിദുൻ നിക്കാഹ്, അൽ ഫത്ഹുൽ മുബീൻ എന്നുള്ളതൊക്കെ. ഇനി അബ്ദുൽ ഖാദിർ അൽ വക്കം അബ്ദുൽ ഖാദിർ മൗലവി, 1873 വരെ ജീവിച്ച വ്യക്തിയാണ് അദ്ദേഹം. ഒരു രാഷ്ട്രീയ പ്രാധാന്യമുള്ള വ്യക്തിയാണ് അദ്ദേഹം. ഉലിദ ബി ഖറിയത്തി വക്കം ബി മുഖാത്തകത്ത്, തിരുവനന്തപുരം ജില്ലയിലെ വക്കം എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. തഅല്ലമൽ ഉലൂമൽ ഇബ്തിദായിയത്തെ, പ്രാഥമിക വിദ്യാഭ്യാസവും, വൽ ഖുർആനും വൽ അഹാദീസ്, ഹദീസുകളും ഹദീസുകളും ഒക്കെ അദ്ദേഹം പഠിച്ചു. മിൻ വത്തനിഹി, തന്റെ നാട്ടിൽ നിന്ന് തന്നെ പഠിച്ചു. ഇഖ്തറഹ അലൽ ഹുക്കൂമത്തി, അദ്ദേഹം ഗവൺമെന്റിനോട് നിർദ്ദേശിച്ചു. തഅയീന അസാത്തിദത്തിൽ അറബിയത്ത് ഫിൽ മദാരിസിൽ ആമ, പബ്ലിക് സ്കൂളുകളിൽ അറബിക് ടീച്ചേഴ്സിനെ നിയമിക്കേണ്ടതിനെ കുറിച്ച് അദ്ദേഹം ഗവൺമെന്റിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്.
പിന്നെയും വഅഖറത്തിൽ ഹുക്കുമത്ത് ഇഖ്തിറാഹാത്തിഹി, അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുണ്ട്. ഏത് വിഷയങ്ങളിൽ? ഫി തഅയീനിൽ മുഫത്തിശീന, മുഫത്തിഷിമാരെ ഇൻസ്പെക്ടർമാരെ നിയമിക്കുന്നതിൽ. ലിൽ മുറാഖബത്തി അലാ തദ്രീസിൽ അറബിയത്തെ, അറബി ഭാഷ പഠിപ്പിക്കുന്നത് നിരീക്ഷിക്കാൻ വേണ്ടിയുള്ള അറബിക് ഭാഷ ഇൻസ്പെക്ടർമാരെ നിയമിക്കണം എന്നൊരു നിർദ്ദേശം അദ്ദേഹം വെച്ചിരുന്നു. അത് കേരള ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുണ്ട്. ഫി മദാരിസ് കേരള, കേരള സ്കൂളുകളിൽ. വഫി തഖദീമി മിൻഹത്തിൻ ദിറാസിയത്തിൻ ലിത്തുല്ലാബി അലൽ മുസ്തവ സാനവി, സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ്, പഠനത്തിലുള്ള മിൻഹത്ത് സ്കോളർഷിപ്പ് നടപ്പിലാക്കണം, കൊണ്ടുവരണം, നൽകണം എന്നുള്ളതും അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു. അതൊക്കെ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ കാഴ്ചപ്പാടും ദീർഘവീക്ഷണവും ഒക്കെയുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. വമിൻ മുസന്നഫാത്തിഹി, അദ്ദേഹത്തിന്റെ രചനകളിൽ പെട്ടതാണ് തർജമത്തുൽ ഫാത്തിഹ വ തഫ്സീറുഹ, മുഖദ്ദിമത്തുൽ തഅലീമുൽ ഖുർആൻ, പിന്നെ അൽ ഇസ്ലാഹുദ്ദീനി, തർജമത്തുൽ കിതാബി കീമിയാഉ സആദ എന്ന പുസ്തകത്തിന്റെ, അതായത് കെമിസ്ട്രി ഓഫ് ദി ഹാപ്പിനെസ് എന്ന പുസ്തകത്തിന്റെ, അതായിരിക്കണം പേര്, അങ്ങനെയുള്ള ആ പുസ്തകത്തിന്റെ തർജമ, ട്രാൻസ്ലേഷൻ, അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ യൂണിറ്റ്, രണ്ടാമത്തെ പാഠം.